ഹായ്, ജാസ്മിൻ അസ്ല വിഷയം സ്പെഷ്യലി ഹേതി ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നു. ശരിക്കും അറിയാവുന്ന കുറച്ച് പേര് ചില കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ശ്രമം നമ്മളും കൂടെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു സ്വാഭാവിക നീതിയാണ്. ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുകയും അതിൻ്റെ പേരിൽ എയറിലേക്ക് പോയ ഒരു വ്യക്തിയുമാണ് ഞാൻ. അസ്ലയും ജാസ്മിനും തമ്മിൽ എന്താണ് പ്രശ്നം? ഇവരൊക്കെ പറയുന്ന കണക്കൊരു പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. വാസ്തവത്തിൽ അവർക്കിടയിൽ നടന്ന ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് ജാസ്മിൻ പറയുന്ന കണക്കുള്ള ഒരു വേറൊരു ലെവൽ അല്ലെങ്കിൽ അസ്ല കുതികാൽ വെട്ടി പ്രശ്നം ഉണ്ടാക്കി ഇതൊന്നുമല്ല. അസ്ലയുടെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ അസ്ലയെ കൊണ്ട് ചെയ്യിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അൽഫല എന്ന കുട്ടിയെ വിവാഹത്തിലേക്ക് ക്ഷണിക്കാതിരിക്കാൻ ഇവൾ ബ്രെയിൻ വാഷ് ചെയ്തു. ഇവൾ പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരു ഗതികേടിലേക്ക് അസ്ല പോയത് അസ്ലയ്ക്ക് ആ സൗഹൃദം വാല്യുബിളായി തോന്നിയത് കൊണ്ടാണ്. അൽഫല എന്ന കുട്ടിയേക്കാൾ വാല്യൂ ഈ കുട്ടിക്ക് ഉണ്ട് എന്നൊരു തോന്നലാണ് അസ്ലയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്നത്. രണ്ട്, കാദർ കരിപ്പടിയുടെ പെറ്റാണ് ജാസ്മിൻ. കാദർ കരിപ്പടിയുടെ പെറ്റായ ജാസ്മിനെ അത്യാവശ്യം സുഖിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ സൈബർ കൂട്ടായ്മയായ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളുടെ കൂട്ടായ്മയായ കിക്കിനെ ഫേസ് ചെയ്യേണ്ട ഗതികളിലേക്ക് അസ്ല വരും. ഇത് മനസ്സിലാക്കിയ അസ്ല മൈൽഡായി അവളോട് നിന്നു എന്നുള്ളത് വാസ്തവമാണ്. തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇവളുടെ ഒരു ചാട്ടവും കുതിപ്പും ഒക്കെ മനസ്സിലാക്കിയ അസ്ല ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് വാസ്തവം. ഒന്നാമത്തെ കാര്യം, സൂചനകളാണ് പറയുന്നത്. അസ്ലയുടെ കുറേയധികം സ്റ്റോറീസ്, അസ്ലയെ പറ്റി കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. സ്റ്റോറി എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു ബാക്ക് ഹിസ്റ്ററി. അതിനെപ്പറ്റി ഒരു ധാരണ ഇവളുടെ കയ്യിലുണ്ട്, ജാസ്മിൻ്റെ കയ്യിലുണ്ട്. മാത്രവുമല്ല, ഊന്നാക്ക പിന്നാക്ക മുന്നാക്ക ആ ടീമും അതുപോലുള്ള ടാങ്കോ ആപ്പിൻ്റെ പ്രോബ്ലംസും അസ്ലയ്ക്ക് നല്ല വ്യക്തതയുണ്ട്. പക്ഷേ അസ്ല അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയുകയുമില്ലെന്ന് തോന്നുന്നു. കാരണം അസ്ലയുടെ പാസ്റ്റ് പുറത്തേക്ക് റിവീലാകും ഈ കാര്യം പറഞ്ഞാൽ എന്നുള്ള വ്യക്തമായ ധാരണ അസ്ലയ്ക്കുണ്ട്. അസ്ല അതിന് ബാക്കിയുള്ളവരെയാണ് ഉപയോഗിക്കാൻ നോക്കിയെന്നുള്ളത് വസ്തുത. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം അവർക്കിടയിൽ നന്നായി അറിയുന്ന കാര്യമാണ്. ടാങ്കോ ആപ്പും അതിൽ നിന്ന് വരുന്ന വരുമാനവും അങ്ങനെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, അഫ്സൽ എന്ന വ്യക്തി അസ്ലയുടെ കൂട്ടുകാരനാണ്. അസ്ലയുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പയ്യനാണ് അഫ്സൽ. അഫ്സലിൻ്റെ പേരൻസുമായിട്ടൊക്കെ അസ്ല നല്ല ബന്ധമാണ്. അസ്ലയ്ക്കും അഫ്സലിനും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനുണ്ട്. അത് കുറേയധികം പേര് വന്ന് ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊരാളാണ് നമ്മുടെ കൈസ് എണ്ണ. കൈസിനെ പോലെയുള്ള കുറേ എണ്ണമുണ്ട്. അവരൊക്കെ ചേർന്ന് ഇൻഫോർമേഷൻ അസ്ലയ്ക്ക് പാസ് ചെയ്യുന്നു. അതുവരെ എല്ലാ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിലും അവളെയും കൂടെ കൊണ്ടുപോകാനും കുറേ ഇടങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ അവളെ കൂട്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ജാസ്മിൻ പോലും ചകിതയായിക്കൊണ്ടാണ് ആ അസ്ലയുടെ തീരുമാനങ്ങളിൽ ഒരു മാറ്റം വന്നത്. കാരണമുണ്ട്, അവൾക്ക് മനസ്സിലായി അവൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കുട്ടി തന്നെയാണ്. അത്യാവശ്യം ജെന്യൂനായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ ആ ടാങ്കോ ലെവലിൽ അവൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേം താനും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും ഈ പേര് വരാൻ ചാൻസ് ഉണ്ടെന്ന തിരിച്ചറിവാണ് അവളെ പിന്നോട്ട് പിടിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല പേരൻസിൻ്റെ ഗൈഡൻസും ഉണ്ടാകും. ഏതായാലും അസ്ല വിവരം അറിഞ്ഞ് പിൻവാങ്ങുമ്പോൾ അസ്ലയെ വിരട്ടി കൂടെ നിർത്തുന്ന ഒരു സിനാരിയോ ആണ് ഉണ്ടായിരുന്നത്. ജാസ്മിൻ അസ്ല ഒരു ആവശ്യമായിരുന്നു. ജാസ്മിന് അസ്ലയെ പോലുള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ ആവശ്യമായിരുന്നു. അവളുടെ ഇൻഫ്ലുവൻസും അവളുടെ കോണ്ടാക്ട്സും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മുൻപോട്ട് വരാൻ അസ്ലയെ അവൾ ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുത. ഇനി എന്തടിസ്ഥാനത്തിലാണ് അസ്ലയെ ഈ മോശം പറയണത് ജാസ്മിൻ? ഞാൻ അവളുടെ വീട്ടിൽ പോയി അവൾക്ക് പെട്ടി മടക്കി പാക്ക് ചെയ്ത് അവളെ കൊടുത്തു വിട്ടു, പക്ഷേ അവളെൻ്റെ അടുത്ത് നന്ദി കാണിച്ചില്ല. എന്ത് നന്ദിയാണ് ഉദ്ദേശിക്കുന്നത്? ഇവൾ കാണിക്കുന്ന എല്ലാ പോക്കൃത്തരവും കണ്ടുകൊണ്ട് മിണ്ടാ നിൽക്കണം. കാലങ്ങളായി സൗഹൃദത്തിലുള്ള അഫ്സലിൻ്റെ ജീവിതം നശിക്കുന്ന നോക്കി കാണണമോ? അന്ന് അസ്ല ഉദ്ദേശിച്ചതും ഇത് തന്നെയല്ലേ അഫ്സലിനോട് അസ്ല അന്നും പറഞ്ഞത്? ഇവളെ വിശ്വസിക്കരുത്, ഇവൾക്ക് പുതിയ ആളെ കിട്ടുമ്പോൾ നിന്നെ കളഞ്ഞിട്ട് പോകും. ഇപ്പം എന്താണ് സംഭവിച്ചത്? ഗബ്രി എന്ന പയ്യനെ കണ്ട ഉടനെ അഫ്സലിനെ മറന്ന് കമ്മിറ്റഡ് ആണെന്ന് നമ്മളോട് പോലും പറഞ്ഞിട്ട് പിന്നീട് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അവൻ്റെ മടിത്താങ്ങിൽ പോയി ഇരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മയും കൊടുത്ത് അവൻ്റെ കൂടെ ഇല്ലാത്ത കളി കളിക്കുന്ന ഈ ജാസ്മിനെയല്ലേ അഫ്സലിൻ്റെ അടുത്ത് പറഞ്ഞ് അലർട്ട് ചെയ്തത്? അതൊരു സുഹൃത്തിൻ്റെ ധർമ്മമല്ലേ? അപ്പോൾ അസ്ല ചെയ്തത് ഒരു സൗഹൃദ ധർമ്മം മാത്രമാണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ സംശയം തീർക്കാൻ വേണ്ടി ജാസ്മിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ജാസ്മിനെ പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ക്രീമിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കുറേയധികം റെക്കോർഡുണ്ട്. അതിൽ ഒരു റെക്കോർഡ് ഞാനിവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ക്രീമിൻ്റെ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന ഈ മിടുക്കത്തി തന്നെയാണ് പിന്നീട് മാറ്റി പറയുന്നത്. അത് എന്തടിസ്ഥാനത്തിൽ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
പറഞ്ഞില്ലായിരുന്നോ? ഞാൻ മുംബൈയിൽ നിൽക്കാൻ നേരത്താണ് എനിക്ക് ആ പ്രശ്നം വരുന്നത്. അന്ന് ബ്രേക്കപ്പിന്റെ ഇഷ്യൂ, പിന്നെ ഞാൻ ഇവിടുന്ന് മുംബൈയിലോട്ട് ഞാൻ എന്റെ എല്ലാ ഫാമിലി എല്ലാം കൂടെ കൊണ്ടുപോയത്. നാട്ടുകാർക്ക് അറിയത്തില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോകാനായിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ്. ഞാൻ മൊത്തവും കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് ഞാനാണ്. അപ്പൊ ഈ 4 പേരെയും കൊണ്ട് ഫ്ലൈറ്റിൽ പോയി അവിടെ അക്കോമഡേഷൻ നമ്മൾ എടുക്കണം, ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം, ഒന്നും അവർ ചാർജ് ചെയ്യില്ല. എല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് അത്ര ലക്ഷങ്ങൾ മുടക്കി ഞാൻ അവിടെ പോയി. അവിടെ പോയിട്ട് എന്ത് പറ്റി എന്ന് വെച്ചാൽ അതിന്റെ വീഡിയോ എടുക്കാൻ എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. എന്റെ മണ്ടന അത് എടുത്തില്ല. അപ്പൊ എനിക്ക് മൊത്തം ഭ്രാന്തായിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ക്രീമിന്റെ ഇഷ്യൂ വരുന്നത്. അപ്പൊ ക്രീമിന്റെ കൂടെ ചെയ്ത് എനിക്ക് ഭ്രാന്തായി, സൈബർ ബുള്ളിങ്, അത് ഇത് മറ്റത് മറിച്ചത് തേങ്ങ ചക്ക എല്ലാം കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവളും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവൾ എന്റെ അടുത്ത് പറഞ്ഞു, ജാസു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിന്റെ ക്രീമിന്റെ ഇഷ്യൂന്റെ വരുന്നത് സിമ. ഞാൻ ഇപ്പൊ നിങ്ങളെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര കൂട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണെന്ന് വിചാരിച്ചോ? ഞാൻ ഒരിക്കലും എന്നിട്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ വഴക്ക് പറയും, അത് ചെയ്ത് ശരിയായില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയും. പക്ഷെ ഞാൻ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കൂല. ഞാൻ പറഞ്ഞാലും ഞാൻ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ടാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ വീഡിയോ ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ കരുതുന്നത് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കില്ലല്ലോ, കാരണം അവളെന്റെ അത്രയും വലിയ ചങ്ക് പടിയല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുത്ത് കാണാൻ നേരത്ത് എന്റെ കൊഞ്ഞ് എനിക്ക് ഇനി ഒന്നും പറയില്ല. ഇതിലതിനകത്ത് അവതരിപ്പിച്ച രീതി, ജാസ്മിൻ, ഞാൻ എന്റെ പേര് പറയുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു ഫേക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഇത് ചെയ്യില്ല എന്നവർക്കറിയാം ഇവളെങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഒരു പ്രൊഡക്റ്റ് എനിക്കും അവർക്കും വന്നാൽ അതിൽ ആരാണ് ജെന്യൂൻ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതൊന്നും തെളിയിക്കാനോ എടുക്കാനോ ഞാൻ പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് ആ വീഡിയോ കണ്ട് ഞാൻ ഇവർക്ക് അയച്ചിട്ട് ഞാൻ പറഞ്ഞു സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പറഞ്ഞു. അപ്പൊ ഒരു 1500 വോയിസ് എനിക്ക് അയച്ചു. ഞാൻ ആത്തൂരോട് തിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് രണ്ടുപേരുടേതായ രീതിയിലുള്ള വീഡിയോസിലല്ലാതെ രണ്ടുപേരും പബ്ലിക്കിൽ വന്ന് പരസ്പരം ചെളിവാരി ധൈര്യം വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ധൈര്യം. എന്റെ വേറെ ബോട്ട് എടുത്താലും അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് എന്റെ കന്തപ്പിടിയുടെ എന്തുവാ ഞങ്ങളുടെ ഫാമിലി നശിച്ചത് ഫിനാൻഷ്യലി എന്റെ അത്ര ഭയങ്കര ചീട്ട് കളിക്കുമായിരുന്നു. നീ തരുവാണല്ലോ ഓടിയെ. അല്ല അതിനെനിക്കൊന്നുമില്ല. കാരണം അതിവിടെ ഏതൊരു മനുഷ്യരുടെ നമ്മള് വീഡിയോ ഇല്ലല്ലോ, നമ്മൾ ചെയ്യണില്ലല്ലോ. ജോലി നോക്കി റൂട്ട് മാറ്റി പോയില്ല. ഇതിനകത്ത് എന്നോട് വന്നൊരു എക്സ്പ്ലനേഷൻ തന്നത് ഈ ക്രീമിൻ്റെ ഇഷ്യൂ ആണ്. അതായത് ജാസ്മിൻ പ്രൊമോട്ട് ചെയ്ത ഒരു ക്രീം ഒരുപാട് പേർക്ക് കിഡ്നി ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു ക്രീമാണെന്ന് പബ്ലിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആളുകൾ എടുത്ത് വെച്ച് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. ആര് അവൾക്കെതിരെ സംസാരിച്ചാലും അവരെയൊക്കെ തന്നെ അടിച്ചിരുത്തുന്ന ഒരു ടേമുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്ന ശത്രുത അവർക്ക് ഉണ്ടായിട്ടുള്ളത്. യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഖൈസ് അതിനെതിരെ ചെയ്തു, ഖൈസിനെ വിളിച്ചു വിലക്കി. ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്തു, അവരെ ഒക്കെ തന്നെ ഫോൺ വിളിച്ച് കേസ് കൊടുക്കുമെന്ന്, നഷ്ടപരിഹാരത്തിനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പേടിപ്പിച്ചിട്ട് എല്ലാവരും മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ ഇത് മുക്കുകയാണ് ഉണ്ടായത്. ഈ വിഷയമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാനത് ക്ലിയർ ആയിട്ട് അസ്ലയോട് ചോദിക്കുമ്പോൾ അസ്ല പറഞ്ഞു ആ ക്രീമിൻ്റെ ഇഷ്യൂ ഞാൻ കൊടുത്ത പ്രൊമോഷനാണെന്നും അതിനെ റിലേറ്റഡ് ആയിട്ട് എൻ്റെ പേരിൽ ഇത് വരാതിരിക്കാനും ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത് പബ്ലിക്കിന് പറയുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അതൊരു ഇൻഫ്ലുവൻസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ക്രീം ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അത്തരം ക്രീമുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്വമില്ല. ഇപ്പം നിങ്ങൾ ഇന്നലെയൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, താരയുടെ രാഷ്ട്രീയം, താരയുടെ രീതി. താര എൻ്റെ സുഹൃത്താണ്, പക്ഷെ താര ചെയ്യുന്നത് ഞാൻ അനുകൂലിക്കുന്നുണ്ടല്ലോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പോലെയാണ് അസ്ല അവിടെ ഒരു ഉത്തരം പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അവൾ അനുകൂലിക്കുന്നില്ല. ഞാനും അതേ പറയുന്നുള്ളൂ. എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ അനുകൂലിക്കാനോ സമ്മതിക്കാനോ അംഗീകരിക്കാനോ ഞാൻ തയ്യാറല്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കും, മോശം കാര്യങ്ങളാണെങ്കിൽ ഞാൻ നീക്കി നിർത്തും. സൗഹൃദമുണ്ട്. അതിൻ്റെ അർത്ഥം അവിഹിതങ്ങൾ വെളുപ്പിക്കുക, ഇതുപോലുള്ള വൃത്തികേടുകൾ പൊതുസമൂഹത്തിന് കൊടുക്കുക, ഇതിനെ ഒന്നും ഞാൻ അനുകൂലിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു രീതി തന്നെ അസ്ല അവിടെ ഫോളോ ചെയ്തപ്പോൾ അസ്ല ശത്രുവായി. അസ്ല ആ ക്രീമിൻ്റെ ഇഷ്യൂവിന് അവക്കൊപ്പം നിന്നില്ല. ആദ്യത്തെ കുറ്റമാണ്. അതുമാത്രവുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യനെ പ്രണയിക്കുമ്പോൾ അഫ്സലിൻ്റെ ഉമ്മാരുടെ അടുത്ത് സംസാരിച്ച് വിശദ വിവരങ്ങൾ ഉമ്മായ്ക്ക് കൊണ്ട് കൊടുത്തത് അസ്ലയാണ് എന്നൊരു ധാരണ ജാസ്മിനുണ്ട്. ഒരു കാരണവശാലും അതങ്ങനെ അല്ല എന്ന് ജാസ്മിൻ പറയുമ്പോഴും അസ്ല പറയുമ്പോഴും ജാസ്മിൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം അസ്ലയ്ക്ക് എല്ലാം അറിയാം. അസ്ല പറഞ്ഞു കൊടുക്കാതെ വേറെ ആര് പറഞ്ഞു കൊടുക്കാൻ?
ഇവളുടെ ഈ കളി വ്യക്തമായി മനസ്സിലാക്കി ഇവൾ ചതിക്കുന്നതാണെന്നും തൻ്റെ സുഹൃത്ത് ചതിക്കപ്പെടുകയാണെന്നുമുള്ള ബോധമുള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവൾ മൗനം പാലിച്ചു. മാത്രവുമല്ല, ഹൈസ് ഇട്ട് കൊടുത്ത ഒരു വോയിസ് അഫ്സലിന് അയച്ചു കൊടുത്തു. ഇന്ന് ഏങ്ങിക്കരയുന്ന, ഒരുപാട് വേദനയോടുകൂടി ക്യാപ്ഷനൊക്കെ ഇടുന്ന അഫ്സൽ അന്ന് ആ വോയിസ് കേട്ടതും പോരാതെ ജാസ്മിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു, അസ്ലയാണ് നമുക്കിതൊക്കെ പറയുന്നത്, അസ്ലയാണ് നമുക്കെതിരെ, ഒരുപക്ഷെ അസൂയ കൊണ്ടായിരിക്കും. ഇപ്പം ജിൻഡോയോട് ജാസ്മിൻ കാണിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അന്ന് അസ്ലയോട് ജാസ്മിൻ കാണിച്ചത്. അസ്ലയ്ക്ക് അസൂയ ഉള്ളത് കൊണ്ടും അഫ്സലിനെ പോലെ നല്ലൊരു വ്യക്തിയെ അവൾക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നത് കൊണ്ടുമുള്ള ബഹളമാണ് ഈ കാണിക്കണേന്നാണ് അവൾ പറഞ്ഞു പരത്തിയതും അങ്ങനെ തന്നെയാണ് ഒപ്പിച്ചു വെച്ചത്. പക്ഷെ വാസ്തവത്തിൽ അതൊന്നുമല്ല. ക്രീമിൻ്റെ ഇഷ്യൂവിൽ ഞാൻ ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് അസ്ല തന്നെ പറഞ്ഞ വോയിസ് ഉണ്ട്, ഞാൻ കേൾപ്പിക്കേണ്ട അവസരം ഉണ്ടെങ്കിൽ കേൾപ്പിക്കാം. അല്ലാതെ ആ കുട്ടി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ ക്രീം ഇഷ്യൂവിൽ ഇല്ല, താല്പര്യമില്ല. പിന്നെ തലയിൽ നിന്ന് തട്ടമൂരാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല. മറ്റൊരാൾ ചെയ്യരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല, ഞാൻ പറയാറുമില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ അവൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ, അത് ഞാൻ കാരണമാണെന്ന് പബ്ലിക്കിൽ വന്നപ്പോൾ മാറ്റി പറയാൻ അവൾ തയ്യാറായിട്ടില്ല. അവൾ ഒരു കാര്യവും മാറ്റി പറയാറില്ല, പിന്നെ ഞാൻ മാത്രം മാറ്റി പറയണമെന്നതാണ് നിർബന്ധം. അപ്പം എന്തുകൊണ്ട് ഈ ചാനലിൽ കൊണ്ടുവന്ന ഈ വീഡിയോ നീ മുക്കി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ചാനലിൽ വന്ന ഈ വീഡിയോ ഞാൻ മുക്കാതിരുന്നാൽ എൻ്റെ വെയർ അബൌട്ട്സ്, എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, ചില മൈന്യൂട്ട് ഇഷ്യൂസ് ഉണ്ട്, അതെടുത്ത് അവൾ വിളമ്പും, ഞാൻ വീണ്ടും കൂടുതൽ എയറിലേക്ക് പോകും, എനിക്കത് താങ്ങാനാകത്തില്ല. അതുകൊണ്ട് അവൾ അത് മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നോ? ഉണ്ട്. ഇവർ കിക്ക് എന്ന സംഘടനയുടെ ഒപ്പം നിൽക്കുന്നതും ഈ സൈബർ ആക്രമണങ്ങളെല്ലാം നടത്തുകയും സൈബർ ഭീകരന്മാരായി നിൽക്കുകയും ചെയ്യുന്നത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത്. സായി ഇതിൻ്റെ മെയിൻ കൊണാണ്ടറാണ്, ഖാദർ കരിപ്പൊടിയുടെ പെറ്റാണ് ഇവള്. അപ്പോൾ ആ ഒരു വള്ളിക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആകെ മൊത്തത്തിൽ ഇപ്പോൾ അതിനകത്ത് ചെന്നിട്ടും താൻ ചെയ്ത കുറ്റം കൊണ്ട് തനിക്കുണ്ടാകുന്ന സൈബർ ബുള്ളിയിങ്ങിൽ സ്കോർ ചെയ്ത് അസ്ല മുന്നോട്ട് വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ഒരു പ്രത്യേക ഇഷ്യൂവിൽ പോലും അസ്ലയെ അടിച്ചിടാൻ നോക്കുന്നത്. അസ്ല പുറത്തു നിന്നുകൊണ്ട് കരുക്കൾ നിൽക്കുമെന്ന് തെറ്റിദ്ധാരണയുണ്ട്. ആ കൊച്ചി ഇതുവരെയും പിന്നെ മിണ്ടിയിട്ടോ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഇല്ല. അസ്ല ജെന്യൂനാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പിന്നെ അവൾ ഇടപെടൽ നടത്തിയിട്ടില്ല, സൈലൻറ്റ് മാത്രമാണ്. ഇൻക്ലൂഡിങ് എൻ്റെ ചാനൽ അടിച്ചു പോകുമ്പോൾ അവൾക്കും വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ടാണ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരിടത്തൊരു വോയിസ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ചാനലൊന്ന് അടിച്ചു കളഞ്ഞിരുന്നു എങ്കിൽ എന്ന് അസ്ല പറയുന്നിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവളെ സപ്പോർട്ട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരണ്ട, അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ പറഞ്ഞത്. ആ കുട്ടി പോലും ആഗ്രഹിച്ചിരുന്നു എൻ്റെ ചാനലിൽ പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ക്രൂരമ്പുകളും ഇതുപോലുള്ള തെറിവിളികളും ഒക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എൻ്റെ ചാനലിൽ പോകണമെന്ന് ആഗ്രഹിച്ചൊരു പെണ്ണാണ് അസ്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അസ്ല നിരപരാധിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ കേൾപ്പിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ജാസ്മിൻ പറയുന്നത് കളവാണ്. അവൾ ചെയ്ത എല്ലാ കള്ളത്തരത്തിനും, അവൾ ചെയ്യുന്ന എല്ലാ ഫ്രോഡുകളിനും കൂട്ടുനിന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അസ്ലയെ മോശക്കാരിയാക്കി പൊതുസമൂഹത്തിന് ഇട്ടു തന്നത്. അസ്ല അവിടെ കേട്ട് ഇവിടെ പറഞ്ഞു, ഇവിടെ കേട്ട് അവിടെ പറഞ്ഞു എന്നൊരു പതർച്ച ആ കുട്ടിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഒരു കൂട്ടത്തിനകത്തേക്ക് വന്ന് പെട്ട് ഇറങ്ങിപ്പോകാൻ സാധിക്കാത്ത വണ്ണം വല്ലാത്തൊരു വലയ്ക്കകത്ത് പെട്ട ഭയന്ന് വരച്ചൊരു കൊച്ചായിട്ടാണ് എനിക്കതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം പറയുന്നു എന്നതിനപ്പുറം അസ്ലയുടെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ ഉദ്ദേശവുമില്ല, താല്പര്യവുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വീണ്ടും പേപ്പട്ടിക്കൂട്ടത്തിന് ഇട്ടുകൊടുക്കുകയാണ് അസ്ലയെ. അസ്ല അതുകൊണ്ടായിരിക്കാം ഒരു വീഡിയോയും ചെയ്യാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അസ്ലയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അസ്ലയ്ക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റും. പക്ഷേ അസ്ല അത് ചെയ്യാതിരിക്കുന്നത് അസ്ലയുടെ ഔദാര്യം തന്നെയാണ്. ജാസ്മിൻ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പകരം ആ പെണ്ണിനെ കിട്ടുന്നിടത്തൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും കുത്തുന്നത് നോറയോട് അവൾ കാണിക്കുന്ന അതേ രീതിയാണ്. നോറയ്ക്ക് അവസരം കിട്ടിയാൽ നോറ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറിച്ച് ജാസ്മിൻ അവസരം കിട്ടിയാൽ നോറയെ ഇടിച്ച് താഴ്ത്തി ഒന്നും അല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പുറത്ത് അവളുടെ സൗഹൃദ വലയത്തിൽ അവൾ ചെയ്തിട്ടുള്ളത്. അവൾ ആരെയും വിട്ടുവെച്ചിട്ടില്ല. ഭയന്നാണ് പലരും അവൾക്ക് സപ്പോർട്ട് പോലും പറയുന്നത്. അത്തരം ഭയമില്ലാത്തവർ അവൾക്കെതിരെ നിൽക്കുകയും കാര്യങ്ങൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യും. ഈ വിഷയം എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയൊന്ന് കേട്ട സ്ഥിതിക്ക് എൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാനിത് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വൾഗാരിറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലം, സാമൂഹ്യ ദുരന്തം തന്നെയാണ് ജാസ്മിൻ. അതിൻ്റെ ഒരുപാട് രേഖകൾ ഉണ്ട് തന്നെയാണ്. അപ്പോൾ
ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങളായി ഓരോ വിഷയങ്ങളായി എടുത്ത് പറയാൻ തക്കവണ്ണം 23 വയസ്സുകാരിക്ക് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വസ്തുത. അഫ്സൽ എന്ന പയ്യൻ്റെ ജീവിതം വെച്ചാണ് അവൾ കളിച്ചിട്ടുള്ളത്. അതവൻ അർഹിക്കുന്നു എന്ന് ഞാൻ പറയും. തെറ്റാര് ചെയ്താലും, വീട്ടിലുള്ളവരായാലും ഉമ്മയായാലും മക്കളായാലും ആരായിരുന്നാലും തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ കാണിക്കുന്ന ആ ധൈര്യം, ആ ആർജവം, അതാണ് വാല്യൂബിൾ. അതിനെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ബോധവൽക്കരണം കൊടുക്കേണ്ടതും അതിനാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് എത്ര ഡെപ്തിലുള്ള സൗഹൃദമോ ബന്ധമോ ആണെങ്കിൽ പോലും തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മൂല്യമായ ഒരു അവയവം, അതിനെയാണ് അടിച്ചു കളയുന്ന രീതിയിൽ ഈ ക്രീം കൊണ്ട് പ്രയോജനം. എന്നാൽ ഈ സ്ത്രീ ആ ക്രീം ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ലേം താൻ. അപ്പോൾ ഇത്രയും അധികം വാക്ക് തോരാതെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആ ക്രീമിന് പ്രൊമോഷൻ കൊടുക്കുന്ന ജാസ്മിൻ ആ ക്രീം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം. ഇനി ഇത്രയും പേരുടെ കിഡ്നി നഷ്ടപ്പെടുത്തിയ ഒരു വൃത്തികെട്ട ക്രീമാണെന്ന് അത് അറിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും പ്രൊമോഷൻ കൊടുക്കുന്ന ജാസ്മിൻ അത് സ്ഥിരമായി ഉപയോഗിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും എൻ്റെ ചോദ്യം. പോട്ടെ, വീട്ടിലുള്ള ഉമ്മ പോട്ടെ വാപ്പ പോട്ടെ, ആ ഇളയ അനിയനെ കൊണ്ടാണ് അവൾ ഈ ക്രീം തേപ്പിക്കുന്നതെന്ന് പറയുന്നു. ഒരു അല്പമെങ്കിലും സ്നേഹം ആ കുട്ടിയോടുണ്ടെങ്കിൽ ഈ ക്രീം വീണ്ടും ആ ചെറുക്കനിക്ക് തേക്കാൻ കൊടുക്കുമ്പോൾ, കറുപ്പ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, അത് സ്കിൻ കളറാണ്, അതൊരു മോശപ്പെട്ട രീതിയാണെന്നോ ആ കറുപ്പുള്ളവരെല്ലാം ഭയങ്കര കുഴപ്പമാണെന്നൊരു ചിന്താധാര തലയിലുള്ളത് കൊണ്ടല്ലേ കറുപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെപ്രാളപ്പെടുന്നത്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സാധനത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മനസ്സിലാകാത്തത് കൊണ്ട് കാര്യം പറഞ്ഞതാണ്. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.